നമസ്കാരം. നമ്മുടെ കുട്ടികളുടെ മെമ്മറി പവർ കൂട്ടാൻ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് ഡ്രൈ ഫ്രൂട്ടാണ് ഫിഗ് അഥവാ ഉണക്കിയ അത്തിപ്പഴം. പച്ചയായി കഴിക്കുന്നതിനേക്കാൾ ഉണങ്ങുമ്പോഴാണ് ഇതിൻ്റെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതും. അതിനാൽ തന്നെ ഡ്രൈ ഫ്രൂട്ടായിട്ടാണ് ഫിഗ് അഥവാ അത്തിപ്പഴം കൂടുതലായി ഉപയോഗിക്കുന്നതും. കുട്ടികളുടെ ഓർമ്മശക്തി കൂട്ടാൻ ദിവസവും ഒരു 3 അത്തിപ്പഴം പാലിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കുറച്ച് ചൂടുപാലിൽ ഇതൊന്ന് കുതിരാൻ വെച്ചിട്ട് മിക്സിയിൽ അടിച്ച് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ ഒരു 3 ബദാം, ഒരു ഈന്തപ്പഴം, ഒരു കുഞ്ഞു പഴവും കൂടി ചേർത്താൽ നിങ്ങളുടെ കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ പോകും മുൻപ് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഹെൽത്ത് ഡ്രിങ്കായി. ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം തന്നെ ഇത് കൊടുക്കാൻ സാധിക്കും. നമ്മൾ പാലിൽ ഹോർലിക്സും ബൂസ്റ്റും കോംപ്ലാനും ഒക്കെ ചേർത്ത് കൊടുക്കുന്നതിന് പകരം ഇതൊന്ന് ചേർത്ത് കൊടുത്തു നോക്കൂ. നിങ്ങളുടെ കുട്ടിയുടെ ആരോഗ്യത്തിലും ബുദ്ധിശക്തിയിലും വരുന്ന മാറ്റങ്ങൾ മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാനും സാധിക്കും. മറ്റൊരു കാര്യം കൂടി പറയാം, ഫിഗിന് വില ഒരല്പം കൂടുതലാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോർലിക്സും ബൂസ്റ്റും കോംപ്ലാനും ഒക്കെ വാങ്ങുന്ന കാശ് മാത്രമേ ആവൂ. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് പകരം ഈ ഫിഗ് നിങ്ങളുടെ കുട്ടികൾക്ക് കുഞ്ഞുനാൾ മുതലേ കൊടുത്തു നോക്കൂ. അതവർക്ക് ശീലമാവുകയും ചെയ്യും. നമ്മൾ എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുനാൾ മുതലേ കൊടുക്കുന്നത്, അത് അവർക്ക് ഫ്യൂച്ചറിൽ ഇഷ്ടമായി അവർ അത് തന്നെ ഫോളോ ചെയ്യുകയും ചെയ്യും. മുലപ്പാലിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ വരെ അത്തിപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികൾക്ക് ഫിഗ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് കുട്ടികളിലുള്ള തളർച്ച മാറ്റുകയും സ്വാഭാവികമായ വളർച്ച ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. ബലക്ഷയം മാറാനും അത്തിപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. ഇനി കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഉണങ്ങിയ അത്തിപ്പഴം നൽകുന്ന ആരോഗ്യം ചെറുതൊന്നുമല്ല. പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തമ പരിഹാരമാണ് ഉണക്കിയ അത്തിപ്പഴം ദിവസവും ഒരു 2-3 എണ്ണം കഴിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ, ഉണക്കിയ അത്തിപ്പഴം അഥവാ ഫിഗിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ധമനികളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു അത്തിപ്പഴം. ദിവസവും കഴിക്കുന്നത് കൊണ്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങളെ ഇല്ലാതാക്കുന്നതിന് ഇത് സഹായിക്കുന്നു. അത്തിപ്പഴത്തിലുള്ള ഒമേഗ-3 ഫാറ്റി ആസിഡാണ് ധമനികളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത്. അതുകൊണ്ട് അത്തിപ്പഴം ശീലമാക്കുന്നത് നമ്മുടെ ഹൃദയാരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. മാത്രമല്ല പല വിധത്തിലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്നത്തെ കാലത്ത് ഉണ്ടാവുന്നതല്ലേ, അതിനെല്ലാം പരിഹാരം കാണുന്നതിന് ഔഷധ ഗുണം നിറഞ്ഞ ഈ ഒരു ഫ്രൂട്ട് സഹായിക്കുന്നു. പാലസ്തീനാണ് അത്തിയുടെ ജന്മദേശം. ദിവസവും ഒരു 2-3 ഫിഗ് കഴിക്കുന്നത് ശീലമാക്കിയാൽ നമ്മുടെ ഹെൽത്തിന് കിട്ടുന്ന ഗുണങ്ങൾ ഏറെയാണ്. കൊച്ചുകുട്ടികൾക്കാണ് പാലിൽ ചേർത്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞത്. മുതിർന്നവർക്ക് ഇത് വെറുതെ തന്നെ ഒരു സ്നാക്സായി നമുക്ക് കഴിക്കാൻ പറ്റും. ഫിഗിൽ ഇരുമ്പ്, ഗന്ധകം തുടങ്ങിയ ലവണങ്ങളും അടങ്ങിയിട്ടുണ്ട്. അത്തിപ്പഴം പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കഴിച്ചാൽ രക്തസ്രാവം, ദന്തക്ഷയം തുടങ്ങിയ അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ സഹായിക്കുന്നു. പക്ഷേ ശ്രദ്ധിക്കുക, ഡയബറ്റിക് പേഷ്യൻസ് ഒന്നും ഇങ്ങനെ ശർക്കരയും പഞ്ചസാരയും ചേർത്ത് കഴിക്കരുത്. നമ്മുടെയൊക്കെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം വെല്ലുവിളി ഉയർത്തുന്ന ഒന്ന് തന്നെയാണ് പ്രമേഹമെന്ന് നമുക്കറിയാം. പ്രമേഹം ഉണ്ടെങ്കിൽ അത് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ആരോഗ്യകാര്യത്തിലും ഉണ്ടാക്കുന്നു. ഇതിന് പരിഹാരം കാണുന്നതിന് ഫിഗ് കഴിക്കുന്നതിലൂടെ സാധിക്കുന്നു. അത്തിപ്പഴത്തിൽ വളരെ കൂടിയ അളവിൽ ഇൻസുലിൻ ഉൽപ്പാദനം നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ഫിഗ് ഡയറ്റിൽ ഉൾപ്പെടുത്താം. പക്ഷേ നിങ്ങളുടെ ഡോക്ടറുടെ ഒപ്പീനിയൻ കൂടി ചോദിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. ഇത് എടുത്തു പറയാൻ കാരണം ഫിഗിൽ ഷുഗർ കണ്ടന്റും കാർബോഹൈഡ്രേറ്റ്സും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു പരിധിയിലധികം ഡയബറ്റിക് പേഷ്യൻസ് ഇത് കഴിക്കുന്നതും നല്ലതല്ല. പക്ഷേ ഇൻസുലിൻ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ ഫിഗ് സഹായിക്കുമെന്നതും വാസ്തവമാണ്. അതിനാൽ പ്രമേഹ രോഗികൾ ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് കഴിക്കുക. അതുപോലെ വിളർച്ച, വയറിളക്കം, അത്യാർത്തവം, ആസ്മ, മലബന്ധം അകറ്റാനും ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനുമെല്ലാം അത്തിപ്പഴം കഴിക്കുന്നത് ശീലമാക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മുടെ ആരോഗ്യത്തിന് വില്ലനാവുന്ന മറ്റൊരു പ്രശ്നമാണ് ദഹന പ്രതിസന്ധി. ഇത് പലപ്പോഴും ആരോഗ്യത്തിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. അത്തിപ്പഴം കഴിക്കുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു. ഗ്യാസ് ട്രബിൾ, നെഞ്ചിരിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഉടൻ തന്നെയുള്ള ഒരു പരിഹാരമാണ് അത്തിപ്പഴം അപ്പോൾ തന്നെ കഴിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിന് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട് തന്നെയാണ് ഫിഗ്. അതുപോലെ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധി പല വിധത്തിലാണ് നമ്മുടെയൊക്കെ ആരോഗ്യത്തിനെ ബാധിക്കുന്നത് അല്ലേ. പലപ്പോഴും ആരോഗ്യത്തിന് ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു കൊളസ്ട്രോൾ ലെവൽ കൂടിയാൽ എത്തുകയും ചെയ്യും. അതിനാൽ തന്നെ ആ ഒരു പരിധി കടക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ ബാഡ് കൊളസ്ട്രോൾ, അതായത് LDL, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കുറയ്ക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അത്തിപ്പഴം കഴിക്കുക എന്നുള്ളത്. അതുവഴി ശരീരത്തിലെ ഫാറ്റ് കുറയ്ക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നു അത്തിപ്പഴം. അതുകൊണ്ട് തന്നെ ഒബീസിറ്റി അഥവാ അമിതവണ്ണത്തിന് കാരണമാവുന്ന ശരീരത്തിലെ അമിത കൊഴുപ്പിന് പരിഹാരം കാണുന്നതിന് ഏറെ മുന്നിലാണ് അത്തിപ്പഴം കഴിക്കുന്നത്.
അതുപോലെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കാര്യത്തിലും ഫിഗ് കഴിക്കുന്നത് ഏറെ നല്ലതാണ്. ശ്രദ്ധിക്കുക, BP-ക്ക് ടാബ്ലറ്റ് കഴിക്കുന്നവർ അത് തുടരുക. എന്നിട്ട് ദിവസവും 2 അത്തിപ്പഴമെങ്കിലും കഴിക്കുന്നത് ശീലമാക്കുക. അതുപോലെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു അത്തിപ്പഴം. ആരോഗ്യത്തിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് പലപ്പോഴും മലബന്ധം കാരണമാകുന്നു. ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് മലബന്ധത്തെ ഇല്ലാതാക്കാനും അത്തിപ്പഴത്തിൻ്റെ ഉപയോഗം സഹായിക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത്. ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ കൊണ്ട് പലപ്പോഴും നമ്മളിൽ പലർക്കും പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ് അൾസർ അല്ലേ. അൾസർ എന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒരു ഡ്രൈ ഫ്രൂട്ടാണ് അത്തിപ്പഴം അഥവാ ഫിഗ്. അത്തിപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ, അതായത് സ്ഥിരമായി ഈ ഫിഗ് കഴിക്കുന്നത് തന്നെ അൾസറിന് പ്രതിരോധം തീർക്കുന്ന ഒന്നാണ്. അതുപോലെ ഫിഗ് മലബന്ധം ഉള്ള വ്യക്തി സ്ഥിരം കഴിക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ആ വ്യക്തിക്ക് ഉണ്ടാവുകയുമില്ല. ശ്വാസകോശ അണുബാധ പോലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ഈ അത്തിപ്പഴം മികച്ചതാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഉണക്ക അത്തിപ്പഴം അഥവാ ഫിഗ് ആണ് ഇതിന് സഹായിക്കുന്നത്. അങ്ങനെ ഫിഗ് ആസ്മ പോലുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു. ഉണങ്ങിയ അത്തിപ്പഴത്തിനാണ് ഗുണങ്ങൾ ഏറെയെന്ന് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ഡിമാൻഡ് കൂടുതലും ഫിഗിന് തന്നെയാണ്. ഏറെ പോഷക ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളും ഇതിനുണ്ട്. ഉണങ്ങിയ ഫിഗ് പെക്റ്റിൻ എന്ന സോളിബിൾ ഫൈബറാൽ സമ്പുഷ്ടമാണ്. ഇതിൽ omega-3, omega-6 ഫാറ്റി ആസിഡുകളും അടങ്ങിയിട്ടുണ്ട്. മാംഗനീസ്, കാൽസ്യം, മഗ്നീഷ്യം, കോപ്പർ, പൊട്ടാസ്യം, വൈറ്റമിൻ K തുടങ്ങിയ പല പോഷകങ്ങളും ഇതിലുണ്ട്. ഫിഗ് പല രോഗങ്ങൾക്കും മരുന്നായി ഉപയോഗിക്കാം. പച്ച അത്തിപ്പഴം പച്ചയ്ക്ക് കഴിക്കുമ്പോൾ ജലാംശം ഉണ്ടാകും, എന്നാൽ ഉണക്കുമ്പോൾ ഇതിൻ്റെ ജലാംശം കുറയും. എന്നാൽ പോഷകങ്ങൾ ഇതിലാണ് ഏറെയുള്ളത്. ഹൃദയാരോഗ്യത്തിന് ഇത് നല്ലതാണ്. ഫിഗിലുള്ള omega-6 ഫാറ്റി ആസിഡ് ആണ് ഇതിന് സഹായിക്കുന്നത്. മാത്രമല്ല സോഡിയത്തേക്കാൾ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലാണ് ഫിഗിലും. ശരീരത്തിന് ഊർജ്ജം നൽകാൻ കഴിയുന്ന മികച്ച ഫലമാണിത്. വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇത് 2-3 എണ്ണം പാലിൽ തിളപ്പിച്ച് തണുത്തതിന് ശേഷം മിക്സിയിലടിച്ച് രാവിലെ പ്രാതലിനൊപ്പം മുതിർന്നവർക്ക് കഴിക്കാം. ക്ഷീണം മാറാനും ഊർജ്ജം ലഭിക്കാനും ഇതേറെ നല്ലതാണ്. പൊട്ടാസ്യം, ഇരുമ്പ് എന്നിവയടങ്ങിയ ഫിഗ് ശരീരത്തിന് കരുത്ത് നൽകുന്ന ഒന്നുകൂടിയാണ്. അങ്ങനെ ശരീരത്തിൻ്റെ സ്റ്റാമിന വർദ്ധിപ്പിക്കുന്നു. തടി കുറയ്ക്കാനും ഫിഗ് കുതിർത്ത് കഴിക്കുന്നത് ഏറെ നല്ലതാണ്. തലേന്ന് കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്നത് കഴിക്കാം. വെറും വയറ്റിലാണ് കഴിക്കുന്നതെങ്കിൽ കൂടുതൽ ഗുണകരമാണ്. അത് ദഹനം എളുപ്പമാക്കുകയും ചെയ്യും. അതുപോലെ ധാരാളം നാരുകളാൽ സമ്പുഷ്ടമായ ഫിഗ് മലബന്ധം നീക്കാനുള്ള ഏറ്റവും ഉത്തമമായ ഡ്രൈ ഫ്രൂട്ടാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിനാൽ തന്നെ രാവിലെ കഴിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമവും. അതുപോലെ ശ്രദ്ധിക്കുക, ഉണങ്ങിയത് മാക്സിമം 3 എണ്ണം മാത്രമേ ഒരു ദിവസം കഴിക്കാവൂ. ശരീരത്തിലെ ഉപാപചയ പ്രക്രിയ അഥവാ മെറ്റബോളിസം ശക്തിപ്പെടുത്താനും ഫിഗ് കഴിക്കുന്നത് ഏറെ നല്ലതാണ്. ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള അത്തിപ്പഴത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്.